Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing about CBSE 10th chemistry second chapter acid base and salt. അപ്പം CBSEയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ 10th പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് what do all acids and all bases have in common? Okay, what do all acids and all bases have in common എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഡെയിലി പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഡെയിലി തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. What do all acids and all bases have in common? ആസിഡിലും ബേസിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? That's our topic. Then acids have similar chemical properties, isn't it? Acids have similar chemical properties. ആസിഡുകൾക്ക് എല്ലാം എന്താണ്, ഒരേപോലുള്ള കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഒരു പ്രോപ്പർട്ടി, നൈട്രിക് ആസിഡിന് ഒരു പ്രോപ്പർട്ടി എന്നല്ല. ഓൾ ആസിഡ്സ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. എല്ലാ ആസിഡുകൾക്കും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്തുകൊണ്ട്? വൈ ഓൾ ദീസ് ആസിഡ്സ് ഹാവ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്? എന്തുകൊണ്ടായിരിക്കാം എല്ലാ ആസിഡിനും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്? അവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ, അതോ എന്തെങ്കിലും പ്രത്യേകത ഈ ആസിഡുകളുടെ എല്ലാ ഫാമിലിക്കും ഉണ്ടോ? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then if acid reacts with metal, so listen, if acid reacts with metal they will produce hydrogen gas, isn't it? Acid reacts with metal to produce hydrogen gas. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രജൻ ഗ്യാസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. വി ഓൾ നോ ദാറ്റ് ദ കൺസെപ്റ്റ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് അറിയാം. ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും കറസ്പോണ്ടിങ് സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസിനെയും എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊരു മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലും ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്തെടുക്കണം, ചെറിയ ആവശ്യം നമുക്കിവിടെ ഉണ്ട്. ദെൻ അപ്പം ഈ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് വരുന്നുവെങ്കിൽ, ഏതൊരു ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് വരുന്നെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് ആരുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ആസിഡിലും കോമൺ ആയിട്ട് അപ്പൊ എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതിന് നമുക്കൊരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ആക്ടിവിറ്റിയുടെ ഒരു ചെറിയ വരപ്പാണ് ഞാനിവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അത് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഒരു ബീക്കർ. അപ്പം ഇത് ഏകദേശം ഒരു ബീക്കർ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പം ഒരു ബീക്കർ നമുക്ക് വേണം. ദെൻ അയൺ നെയിൽസ്. ഓക്കെ, അയൺ മീൻസ് ഇരുമ്പിന്റെ 2 ആണി. പിന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് കോർക്കാണ് കേട്ടോ. ഈ അയൺ നെയിൽ നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നതാണ് കോർക്ക്. കോർക്ക് എന്ന് പറയുന്നത് റബ്ബർ കൊണ്ടായിരിക്കും മേടായിരിക്കുന്നത്. ദെൻ പിന്നെ എന്താണ്, ഇത് നമ്മള് ബാറ്ററി. അറിയാലോ, ഈ ലൈൻസ് എന്താണ്, ചെറുതും വലുതുമായ ലൈൻസ് നമ്മൾ കാണിക്കുന്നത് ബാറ്ററി ആണ്. ദെൻ ഇത് ബൾബ്, പിന്നെ ഒരു സ്വിച്ച്. അപ്പം ഇത് ഒരു സർക്യൂട്ട് പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ആസിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്ന അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ, ബീക്കർ, അയൺ നെയില്, പിന്നെ അവിടെ നമ്മൾ കണക്ടിങ് വയേഴ്സ്, ബൾബ്, ബാറ്ററി, സ്വിച്ച്. പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ ആ നെയില് നമുക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബറിന്റെ കോർക്കും. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ദെൻ ഇഫ് വി ഓൺ ദ സ്വിച്ച്, നമ്മൾ ഈ സ്വിച്ച് അങ്ങ് എന്ത് ചെയ്തു, ഓൺ ചെയ്തെങ്കിൽ ഈ ബൾബ് എന്ത് ചെയ്യണം, നോർമലി ആ ബൾബ് എന്ത് ചെയ്യണം, അപ്പൊ അത് ഗ്ലോ ചെയ്യും. മീൻസ് ആ ബൾബ് എന്ത് ചെയ്യും, കത്തും. അപ്പം ബൾബ് കത്തണമെങ്കിൽ കറണ്ട് എന്താകണം, ഫ്ലോ ആകണം, അല്ലെ? കറണ്ട് ഫ്ലോ ചെയ്യാണ്ട് എന്തായാലും എന്ത് കത്തില്ല, ആ ബൾബ് കത്തില്ല. അപ്പം നമുക്ക് ഇതിന് ഒരു കാര്യം പറയാം. ഈ ആസിഡിനകത്തൂടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആസിഡിലൂടെ ആര് പാസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഇലക്ട്രിസിറ്റി ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഈ ആസിഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആസിഡ് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ആസിഡ് ഡൈല്യൂട്ട് ആവുമ്പം അതെന്ത് ചെയ്യും, അയണൈസ് ചെയ്യും, അല്ലെ? മീൻസ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്നത്. അപ്പം HCl അക്വസ് മീൻസ് നമുക്കറിയാം അതിനകത്ത് എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയായി മാറണം, H+ഉം Cl- ആയിട്ട് മാറണം. അപ്പൊ ഈ H+ എന്ന് പറയുന്ന ആള് മീൻസ് H+, ഹൈഡ്രജൻ അയോൺ എല്ലാ ആസിഡിലും എന്താണ്, കോമൺ ആണ്.
ഈ H+ അയോൺസിന്റെ പ്രസൻസ് മൂലമാണ് ഇതിനകത്തൂടെ എന്ത് കണ്ടക്ട് ആവുന്നത്, കറണ്ട് കണ്ടക്ട് ആവുന്നത്. അതുകൊണ്ട് ആ ബൾബ് അവിടെ എന്താവുന്നത്, ഗ്ലോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാറ്റി സൾഫ്യൂരിക് ആസിഡ് വെച്ചാലും ബൾബ് എന്താകും, ഗ്ലോ ചെയ്യും. ഇനി നമ്മൾ നൈട്രിക് ആസിഡ് വെച്ചു, അപ്പോഴും ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. മീൻസ് ഇവരിലെല്ലാം കോമൺ ആയിട്ട് ആരുണ്ട്, H+ അയോൺസ്, മീൻസ് ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്. ഹൈഡ്രജൻ അയോൺസ് ഉള്ളത് കൊണ്ടാണ് ആസിഡുകൾ എന്തിനെ കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആസിഡുകൾക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മീൻസ് എല്ലാ ആസിഡിലും H+ അയോൺസ് എന്താണ്, കോമൺ ആണ്. ഇനി നമ്മൾ ഈ ആസിഡിന് പകരം ആസിഡിന് പകരം ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ആൽക്കഹോളോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കില്ല, ഈ ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, C6H12O6. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത്, C6H12O6. അപ്പം ഇതിനകത്തും ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, C6H12O6, C6H12, H12 12 ഹൈഡ്രജൻ ഒക്കെ അവിടെ ഉണ്ട്, ഓക്സിജനും ഉണ്ട്. പക്ഷേ ഈ നമ്മൾ ആസിഡിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ആൽക്കഹോളോ ഗ്ലൂക്കോസോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തിനെ കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. മീൻസ് അതിനകത്ത് ഹൈഡ്രജൻ ആറ്റമാണുള്ളത്, എന്തായി കൺവേർട്ട് ചെയ്യുന്നില്ല, ഹൈഡ്രജന്റെ അയോൺസ് ആയിട്ട് അത് മാറുന്നില്ല. ഗ്ലൂക്കോസിലും ആൽക്കഹോളിലും ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ അത് ഡൈല്യൂട്ട് ചെയ്താലും എന്തായി മാറുന്നില്ല, ഹൈഡ്രജന്റെ അയോൺസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ബൾബ് എന്താകില്ല, ഗ്ലോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആസിഡുകളെ എന്തെന്ന് പറയാം, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. ആസിഡ്സിനെ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ട് ആസിഡിനെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ the acid is able to split into its constituent ions and conduct electricity. Acid is able to split into its constituent ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആയിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആസിഡ്സിനെ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസിഡ്സ് have the ability to split into its constituents and conduct electricity. ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് അയോൺസ് ആയി മാറിയിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആസിഡ്സ് ആർ നോൺ ആസ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പൊ ആസിഡിൽ കോമൺ ആയിട്ട് ഏത് അയോൺ ഉണ്ട്, H+ അയോൺസ് ഉണ്ട്. H+ അയോൺസ് അതിനകത്ത് കോമൺ ആയത് കൊണ്ടാണ് ആസിഡ്സ് എന്തിനെ കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം ആൽക്കഹോളോ ഗ്ലൂക്കോസോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്, അതിനകത്ത് ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്, എന്തായി മാറുന്നില്ല, ഹൈഡ്രജൻ അയോൺസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ എന്ത് കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. സോ ദാറ്റ്സ് ദ ആക്ടിവിറ്റി റിലേറ്റഡ് ടു ദ ടോപ്പിക് വാട്ട് ഡു ഓൾ ആസിഡ്സ് ആൻഡ് ഓൾ ബേസസ് ഹാവ് ഇൻ കോമൺ. അപ്പൊ അത് അത്രേ ഉള്ളൂ ടോപ്പിക്. ആസിഡ്സിന് എന്തിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി മീൻസ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതെന്തുകൊണ്ടാണ്, അത് സൊല്യൂഷൻ ഫോമിലേക്ക് മീൻസ് നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് അത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് അയോൺസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആസിഡ്സ് ആർ നോൺ ആസ് ഇലക്ട്രോലൈറ്റ്സ്. അതുകൊണ്ടാണ് ആസിഡ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.